ഞാൻ ഒരു ചെറിയ അഭിപ്രായം പറയാനാണ്. ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഓർമ്മയിൽ ഒരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള ജാതിയുടെയോ മതത്തിൻ്റെയോ എന്ന് പറയാവുന്ന ഒന്നും പ്രാക്ടീസ് ചെയ്തിരുന്നില്ല. പക്ഷെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഞങ്ങളെ കാണുന്നത് ഇവർ ഹിന്ദു മതത്തിൽപ്പെട്ട ഇന്ന കമ്മ്യൂണിറ്റിയാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലാകെ മരണം, വിവാഹം, അപൂർവം ചില കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ചില വ്യക്തികൾ ഈ ജനനവുമായി ബന്ധപ്പെട്ട നൂലുകെട്ട് പോലെയുള്ള ഇങ്ങനെ 2-3 സന്ദർഭങ്ങളിലാണ് മറ്റ് ഹിന്ദുക്കൾ എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഹിന്ദു ജാതിയിൽപ്പെട്ടിരുന്നവർ ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ നമ്മൾ അമ്പലത്തിൽ പോവുകയോ അല്ലെങ്കിൽ ഭക്തിയോ ആയിട്ട് നടക്കുകയൊന്നും ചെയ്യുന്നില്ല. അത് നാട്ടുകാർക്ക് അറിയില്ല, നാട്ടുകാർക്ക് അതിൽ താല്പര്യമില്ല. പക്ഷെ ഈ മരണത്തിന്റെ സമയത്തൊക്കെ മറ്റ് ആളുകളെല്ലാവരും കൂടി വരുമ്പോൾ ചെയ്യുന്ന ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള ചെറിയ ചില കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഓർമ്മയിൽ ഒരിക്കൽ പോലും ബലിയിടൽ എന്നൊരു ചടങ്ങ് നടന്നിട്ടില്ല. കാരണം മരിച്ചു കഴിയുമ്പോൾ നാട്ടുകാരൊക്കെ എത്തുന്നു, ബന്ധുക്കൾ എത്തുന്നു. അപ്പോൾ ശവസംസ്കാരം ഹിന്ദു രീതിയിൽ നടത്തുന്നു എന്ന് പറയാം. അതുപോലെ വിവാഹ സമയത്ത് താലി കെട്ടുന്ന ഒരു ചടങ്ങ് സ്വാഭാവികം എന്നതുപോലെ അങ്ങ് പ്രാക്ടീസ് ചെയ്യുന്നു. ആർക്കും ഒരു അസ്വാഭാവികത തോന്നുന്നില്ല. പക്ഷെ നമ്മൾ അമ്പലത്തിൽ പോകുന്നില്ല, അല്ലെങ്കിൽ അതിനെ പറ്റി ആളുകൾ കൺസേൺഡ് അല്ല. ഇങ്ങനത്തെ ഒരുപാട് സമൂഹങ്ങളുണ്ട്. അപ്പൊ ഇവരെയൊക്കെ ഹിന്ദു മത വിശ്വാസികളെന്നോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നവരെന്നോ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് കുടുംബങ്ങൾ, അത് ദളിത് കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല, ഒബിസിയിലും ഈവൻ നായർ കമ്മ്യൂണിറ്റി അടക്കമുള്ള സവർണർ എന്ന് വിളിക്കപ്പെടുന്നവർക്കിടയിലും ഇങ്ങനെയുള്ള ഒത്തിരി മനുഷ്യരുണ്ട്. അപ്പൊ ഞാനിത് എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പം തന്നെ മറ്റൊരു മതത്തിലേക്ക് ഇയാൾ അല്ലെങ്കിൽ ഈ കുടുംബം പോകുന്നു എന്നറിയുന്ന ഒരു സമയത്ത് സംഘർഷം ഉണ്ടാവുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. അതിപ്പോ ക്രിസ്ത്യാനിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഇസ്ലാമിലേക്കോ മാറുന്ന സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ ബുദ്ധമതത്തിലേക്ക് മാറുന്ന സന്ദർഭങ്ങളിൽ. ഇപ്പൊ നമുക്കറിയാം, ഒരു 10-12 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, വർക്കലയിൽ DHRMന്റെ പ്രവർത്തകര് ഒരു ദളിത് കോളനി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അപ്പൊ ഒരു കൊലപാതകത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ പോലീസും ചുറ്റുവട്ടത്തിലുള്ള ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മറ്റെല്ലാ ജാതി വിഭാഗങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ കോളനിയിലുള്ള ആളുകൾക്ക് നേരെ കടുത്ത ശാരീരിക ആക്രമണങ്ങളടക്കം നടത്തുന്നു. കുറെ പേരുടെ കള്ളക്കേസിൽ കൊടുക്കുന്നു. അപ്പൊ ഞാൻ ആ കാലത്ത് തിരുവനന്തപുരത്ത് ജീവിച്ചുകൊണ്ട് പ്രാദേശിക പത്രങ്ങളിൽ വന്ന വാർത്തയൊക്കെ വായിച്ച് വല്ലാതെ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഒരിക്കൽ പറയുന്ന ഇതാണ്, ഇവര് പരസ്പരം ടീച്ചറെ, സാറേ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അടുത്തിരിക്കുന്ന ആളുടെ വായിലേക്ക് ചോറ് ഉരുട്ടി വെച്ച് കൊടുക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഒരു വലിയൊരു കുഴപ്പമായിട്ട് മലയാള പത്രങ്ങളിൽ അന്ന് ഞാൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വരുത്തിയിരുന്ന പത്രങ്ങളിൽ ചിലത് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്യാമ്പസ് ലൈബ്രറിയിലുള്ള പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ ഏതാണ്ട് എല്ലാ പത്രങ്ങളിലും ഇതൊക്കെയാണ് ഒരു വലിയ സംഭവം. എന്ന് വെച്ചാൽ ഇവരെന്തൊരു വലിയ കലാപകാരികളാണ് എന്നുള്ളതിന് അവർക്ക് ആകെയുള്ള തെളിവ് ടീച്ചറെ, മാഷി, സാറേ എന്നൊക്കെ പരസ്പരം വിളിക്കുന്നു, ചോറ് വാരി സുഹൃത്തിന്റെ വായിലൊക്കെ വെച്ച് കൊടുക്കുന്നു. വേറെ ഒന്നും പറയാനില്ല. ശരിക്കും എനിക്ക് ആ പ്രദേശത്തുള്ള, പ്രത്യേകിച്ചും ഈ ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളിൽ നിന്ന് മനസ്സിലായത്, അവിടെ ഒരു ആക്രമണ പ്രവർത്തനവും അവരാരും നടത്തിയില്ലെന്ന് മാത്രമല്ല, ആ കോളനിയിലുള്ള ചെറുപ്പക്കാരടക്കം കള്ളുകുടിയും കഞ്ചാവ് ഉപയോഗമൊക്കെ നടത്തിയിരുന്നതിൽ നിന്നും മാറാനാണ്
ഇവരുടെ ഈ ഇടപെടൽ പ്രേരണയായത് എന്നുള്ളതാണ്. പക്ഷെ പെട്ടെന്ന് മറ്റെല്ലാ ജാതി സമൂഹങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ഒരു വലിയൊരു കുഴപ്പം നടക്കുന്നു എന്നുള്ള മട്ടിൽ ഇവർക്കെതിരെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കടുത്ത രീതിയിൽ ആക്രമണം നടത്തി. ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പോകുന്ന രീതിയിലുള്ള അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞെന്താ വെച്ചാൽ ഇത്തരം സംഘർഷങ്ങൾ ഉള്ള ഒരു സാധ്യത കൂടി കണ്ടിട്ട് വേണം നമ്മൾ ഒരു ബുദ്ധ മതത്തിലേക്കോ അല്ലെങ്കിൽ ബുദ്ധിസത്തിലേക്കോ ഉള്ള ഒരു ഒരു കൂട്ടായ ഒരു എന്താ പറയേണ്ടത് മതസ്വീകരണമെന്നോ അല്ലെങ്കിൽ ആശയ സ്വീകരണത്തിൻ്റെയോ കാര്യം ആലോചിക്കാനെന്ന് പറയാൻ വേണ്ടി മാത്രം. അത്രേ ഉള്ളൂ. താങ്ക് യു സാർ. താങ്ക് യു സാർ. പറഞ്ഞ ഭയങ്കര വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒരിടത്തും ഈ അടിമപ്പെട്ട ജനത സംഘടിക്കുന്നത് പ്രത്യേകിച്ച് ആരും ഇഷ്ടപ്പെടത്തില്ല. ഞാൻ മുകളിലിരിക്കുന്നവരെ ഈ അടിമത്തത്തെ നമ്മളെ അടിമപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാർ അവരൊരിക്കലും ഈ അടിമകളൊന്ന് കൂട്ടുചേരുകയോ സംഘടിക്കുകയോ ശക്തരാവുകയോ ചെയ്യുന്നത് ഇഷ്ടപ്പെടത്തില്ല. ഇപ്പൊ തന്നെ വേടൻ തന്നെ ഈ ഒരു പാട്ട് പാടിയപ്പോ തന്നെ ഇവിടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇവിടെ ഉള്ള കാര്യം മാത്രമാണ് പുള്ളി പറഞ്ഞത്. നമ്മൾക്ക് അറിയാവുന്ന പോലെ വിവാഹങ്ങൾ നടക്കുമ്പോൾ സാറ് ഇപ്പം അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്, വിവാഹവും മരണവും. നമ്മുടെ അവിടെ ആൾക്കാർ പലരും ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പ്രകടമായിട്ട് അവർക്കാർക്കും ജാതീയപരമായ വിവേചനങ്ങളൊന്നും ഇല്ല, ആരും അങ്ങനെ പ്രത്യേകിച്ച് അവരോട് കാണിക്കാറില്ല എന്ന് പറയുമ്പോൾ പോലും വിവാഹങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ അത് ജാതി അടിസ്ഥാനത്തിൽ തന്നെ നടക്കുന്നത്. അപ്പോൾ ജാതിയെ മാറിയിട്ടുള്ള വിവാഹങ്ങൾ ഇതുവരെയും കേരളത്തിൽ അങ്ങനെ ഒരു സർവ്വസാധാരണമായിട്ടില്ല. പ്രേമവിവാഹങ്ങൾ മാത്രമേ അങ്ങനെ നടക്കുന്നുള്ളൂ. അല്ലാതെ സമൂഹമായിട്ട് ചെയ്യുന്ന അപ്രൂവ്ഡ് ആയിട്ടുള്ള വിവാഹങ്ങൾ, അറേഞ്ച്ഡ് മാരേജുകൾ ഒന്നും തന്നെ ജാതിക്ക് അതീതമായിട്ട് നടക്കാറില്ല. ഒന്നത്. രണ്ടാമത് മരണം. നമ്മുടെ ആൾക്കാർ ഈ മരണത്തിന്റെ കേസിൽ ഹിന്ദുവിന്റെ ചില ആചാരങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നു എന്ന് സാർ പറഞ്ഞു. അപ്പോ ആ ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ എങ്ങനെയാണ് മരിച്ചതിന് ശേഷം ശവം സംസ്കരിക്കുന്നത്? എങ്ങനെയാണ്? ദഹിപ്പിക്കുകയാണ്. ഈ ദഹിപ്പിക്കുന്നത് അവര് തുടങ്ങി വെച്ചതിന്റെ പർപ്പസ് എന്താണ്? നമ്മളിപ്പോ ഞാനതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് അതൊന്ന് ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യുക, ഒന്ന് മ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഞാൻ സംസാരിച്ചിട്ട് സാറിന് തിരിച്ചു കൊടുക്കാവേ. അപ്പോ ഈ നമ്മൾ മരിച്ചു കഴിയുമ്പോ സാധാരണഗതി നമ്മുടെ ആൾക്കാർ ഇപ്പൊ എല്ലാവരും ഈ ദഹിപ്പിക്കലാണ് ചെയ്യുന്നത്. അത് നമ്മളെ ഒരു പരമ്പരാഗത രീതിയല്ല. നമ്മുടെ ആൾക്കാരും പണ്ട് ദഹിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാരല്ല. നമ്മളെല്ലാവരും നമ്മുടെ പുരയിടത്തിൽ കുഴിയെടുത്തിട്ട് തന്നെയാണ് നമ്മൾ അടക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും നമ്മൾ ഈ ഉത്ഖനനങ്ങൾ നടത്തുമ്പോൾ, ഇപ്പം കീഴടിയിലായാലും പിന്നെ നമ്മുടെ മുസിരീസ്, നമ്മുടെ കൊടുങ്ങല്ലൂരായാലും പിന്നെ സിന്ധു നദിയുടെ സംസ്കാരത്തിന്റെ എവിടെയായാലും ഒക്കെ, നമുക്ക് രാഖിഗഡിയിലായാലും ഒക്കെ നമുക്ക് ഈ കുഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ സംസ്കാരമാണെന്ന് നമുക്ക് പറയാൻ, നമ്മുടെ ആൾക്കാരുടെ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മളുടെ അവശിഷ്ടങ്ങൾ മണ്ണിനടിയിൽ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ നമ്മള് ദഹിപ്പിച്ചിട്ട് നമ്മൾ എവിടെയും കൊണ്ട് ഒഴുക്കി കളഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മുടെ സംസ്കാരം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഒന്ന്, ബ്രാഹ്മണർ ചെയ്യുന്നതിന് ഒരു അർത്ഥമുണ്ട്. കാര്യം അവർ ഈ നാടിന്റെ ആൾക്കാരല്ല. ഇപ്പൊ നമ്മളൊരാളെ സംബന്ധിച്ചോളം നമ്മളിപ്പോ ഏത് നാട്ടിൽ ചെന്നാലും, ഇപ്പൊ നമ്മള് ഡൽഹിയിലോ ബോംബെയിലോ അല്ലെങ്കിൽ ഗൾഫിലോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം അമേരിക്കയിലോ കാനഡയിലോ യൂറോപ്പിലോ എവിടെ നമ്മൾ താമസിച്ചാലും നമ്മളൊരു മലയാളിയാണെങ്കിൽ നമ്മുടെ അവസാനത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തി നമുക്ക് ആ നാട്ടിൽ നമ്മൾ മരിക്കണം എന്നുള്ളതാണ്. അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പറ്റുമെങ്കിൽ നമ്മുടെ പുരയിടത്തിൽ തന്നെ നമുക്ക് അന്ത്യവിശ്രമം കൊള്ളണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവർക്കെന്താ പക്ഷെ അങ്ങനെ തോന്നാഞ്ഞ്? ഇവർ ചത്തു കഴിഞ്ഞാൽ ഉടനെ അപ്പൊ തന്നെ അത് കൊണ്ട് കത്തിച്ചിട്ട് ആ ചാരം എടുത്തുകൊണ്ട് ഒന്നുകിൽ പുഴയിൽ ഒഴുക്കും അല്ലെങ്കിൽ കൊണ്ട് കടലിൽ ഒഴുക്കും. കടൽ കുറച്ച് ദൂരെയാണെങ്കിലാണ് ഈ പുഴയിൽ ഒഴുക്കുന്നത്. പുഴ കഴിഞ്ഞിട്ട് പുഴ പിന്നെ കടലിൽ ചെന്ന് ചേരും എന്നുള്ള ഒരു വിശ്വാസത്തിലെ പുഴയിൽ ഒഴുക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ ഈ മണ്ണിൽ ഇത് വെക്കാത്തത്? കാര്യം അവരുടെ മണ്ണ് ഇതല്ല.
അവരുടെ മണ്ണിതായിരുന്നെങ്കിൽ ഈ മണ്ണിനോട് ഇതുണ്ടെങ്കിൽ നമ്മൾ ഈ മണ്ണിൽ നിന്ന് വന്നു, ഈ ഭൂമി എൻ്റെ ഇടമായിട്ട്, എൻ്റെ മണ്ണായിട്ട് നമ്മൾ കരുതുകയും നമ്മുടെ നാട്, നമുക്ക് അങ്ങനെ തോന്നത്തുള്ളൂ സ്വാഭാവികമായിട്ട്. അവരിത് ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ, അവരിത് ഒഴുക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് സമുദ്രത്തിൽ കിടക്ക് പോയിട്ട് കലർന്ന് അവരുടെ നാട്ടിൽ എത്തിക്കോളൂ എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ആർട്ടിക്കിലോ അല്ലെങ്കിൽ സ്റ്റെപ്പി യുറേഷ്യന്റെ അങ്ങേ വടക്കേ അറ്റത്തൊക്കെ പൊക്കോളൂ എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഒഴുക്കുന്നത്. നമുക്ക് നമ്മുടെ സംസ്കാരം നമുക്കറിയാൻ മേലാത്തതുകൊണ്ട് നമ്മൾ അറിയാതെ അവരെ പോയി കോപ്പി അടിക്കുകയാണ്. നമുക്ക് ശരിക്കും നമ്മുടെ പഴയ ആൾക്കാരുടെ എല്ലാം നോക്കിക്കോ, നമ്മുടെ മണ്ണിൽ തന്നെയാണ് നമ്മളെ അടക്കിയിട്ടുള്ളത്. മണ്ണിനോട് ചേരുക. നമ്മളെപ്പോഴും പറയുന്നതല്ലേ, 6 അടി മണ്ണ് നമുക്ക് വേണമെന്ന് പറയുന്നത്. മരിക്കുമ്പോൾ ഒരു 6 അടി മണ്ണ്. ഈ 6 അടി മണ്ണിന്റെ ആ പർപ്പസ് എന്താണ്? നമ്മുടെ മണ്ണിൽ തന്നെ നമ്മളെ അടക്കുകയാണ്. ആ മണ്ണോട് മണ്ണായിട്ട് ചേരുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേറെ പല പല കഥകളൊക്കെ അവരൊക്കെ ഉണ്ടാക്കി. അതിനകത്ത് എന്താ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പട്ടിയെ കുഴിച്ചിടുന്ന പോലെ അങ്ങ് കുഴിച്ചിടുക, അതിലും നല്ലത് ചന്ദനം മുട്ടി വെച്ച് ദഹിപ്പിക്കുന്ന എന്ന് പറഞ്ഞൊരു ഒരു സംഭവം അങ്ങ് കളറ് മാറ്റി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആൾക്കാർ വിചാരിച്ചു ശരിയായിരിക്കുമല്ലോ, എന്നാ പിന്നെ നമുക്ക് ദഹിപ്പിച്ചേക്കാം. പക്ഷെ അതിനകത്ത് ഹിഡൻ അജണ്ട എന്താണ്? നമ്മുടെ സംസ്കാരം. പിന്നെ നമ്മളെ കുഴിച്ചാൽ ഒന്നും കിട്ടത്തില്ല നമ്മളെ പറ്റി. അതിനകത്ത് നമ്മുടെ DNA-യും നമ്മളുടെ റേഡിയോ കോൺഫറൻറ്റേറ്റിംഗ് നടത്തി നമ്മുടെതാണ് ഈ സംസ്കാരം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അവശിഷ്ടങ്ങൾ ഈ മണ്ണിൽ തന്നെ ഉണ്ടാവണം. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചോട്ടിൽ നിന്ന് നമ്മുടെ ഇതിനെ മാറ്റിക്കൊണ്ട് പോകുന്ന പരിപാടികളാണ് നമ്മൾ ചെയ്യുന്നത്. മരിച്ചു കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ എന്തൊക്കെ പാട് കഴിച്ച കയ്യിലിരിക്കുന്ന ഇല്ലാത്ത കാശ് മുടക്കി നമ്മൾ കാശിയിലോ രാമേശ്വരത്തൊക്കെ പോയി ഒഴുക്കാൻ പോവാണ്. നമ്മുടെ സ്വന്തം ശേഷിപ്പുകൾ, അതിന്റെ അംശം പോലെ നമ്മുടെ മണ്ണിൽ അവശേഷിപ്പിക്കാതെ നമ്മൾ കൊണ്ട് കളയുക ചെയ്യുന്നു. എന്തൊരു മണ്ടത്തരാണ് കാണിക്കുന്നത്. അപ്പൊ വിവാഹത്തിൽ കൂടെ ആയാലും നമ്മൾ ജാതിയിൽ കൂടെ തന്നെ കല്യാണം കഴിക്കുന്നു, അതും ഹിന്ദു ആചാരം. മരണത്തിന്റെ കേസിൽ ഇങ്ങനെ നമ്മൾ ദഹിപ്പിച്ചു കളയുന്നു, അത് ഹിന്ദു ആചാരം. അപ്പൊ ഈ എല്ലാ രീതിയിലും നമ്മൾ ഹിന്ദുവിന്റെ ആചാരം തന്നെ നമ്മൾ അറിയാതെ പിന്തുടരുകയും ബ്രാഹ്മണന്റെ ആചാരം പിന്തുടരുകയും അവരുടെ സംസ്കാരം അവരുടെ കൾച്ചറും എല്ലാം നമ്മൾ ഫോളോ ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് നമ്മൾ പറയുന്നു ഭരണഘടന നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരണമെന്ന് പറയുന്നു. ഭരണഘടനയ്ക്ക് അങ്ങനെ തനിയെ ശക്തിയൊന്നുമില്ല. നമ്മൾ ശക്തി കൊടുത്താൽ മാത്രമേ ഭരണഘടനയ്ക്ക് ശക്തി ഉണ്ടാവത്തുള്ളൂ. ഭരണഘടന അല്ലെങ്കിൽ ഒരു ബുക്കാണ്. ആരാണ് അതിനെ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് അതനുസരിച്ചാണ് അതിന്റെ ഗുണം കിട്ടുക. ബാബാസാഹബ് അത് പറഞ്ഞല്ലോ, എത്ര നല്ല സാധനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്നവരെ പോലെ ഇരിക്കും. ഇത് ഭരണഘടന എത്ര നല്ലതായാലും അത് കൈകാര്യം ചെയ്യുന്നവർ മോശമാണെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടത്തില്ല. അപ്പൊ നമ്മള് ആ ഭരണഘടനയെ അവിടെ ഇട്ടിട്ട് നമ്മൾ വേറെ വഴിക്ക് പോവുക ചെയ്യുന്നത്. ഒരു ദിവസം അവരെടുത്ത് മാറ്റി കഴിയുമ്പോൾ നമ്മൾ അയ്യോ എന്ന് പറയും. പക്ഷെ അത് നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. അപ്പോ നമുക്ക് ഒരു ശക്തി നമ്മൾ ശക്തി ആർജിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിന് അധികകാലം നിലനിൽപ്പില്ല ഭരണഘടനയ്ക്ക്. അതുപോലെ തന്നെ ഒരു ഏകീകൃത സിവിൽ കോഡ് എന്നൊക്കെ പറഞ്ഞ് ഇനി ഓരോരോ സാധനങ്ങൾ ഇനി പതുക്കെ പതുക്കെ കൊണ്ടുവരും. പക്ഷെ ഈ ഏകീകൃത സിവിൽ കോഡ് ഉള്ളപ്പോ ഹിന്ദു മതത്തിനകത്തെ ജാതിയെ അവർ തൊടത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഏകീകൃത സിവിൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണന് പൂണൂലുണ്ടെങ്കിൽ എല്ലാവർക്കും പൂണൂലിട്ട് കൊടുക്കണം. നായാടി വരെയുള്ളവർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും പൂണൂലിട്ട് കൊടുക്കണം. അത് കൊടുക്കുക. അല്ലെങ്കിൽ എല്ലാവരുടെയും പൂണൂലെടുത്ത് മാറ്റുമോ? അപ്പോഴല്ലേ ഏകീകൃതം ആവത്തുള്ളൂ. അതൊന്നും ചെയ്യല. അതെല്ലാം അവിടെ നിർത്തിക്കൊണ്ടുള്ള കളികളെ അവിടെ ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ആൾക്കാരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, സാറിപ്പോ പറഞ്ഞ ഒരു വലിയ വാലിഡ് പോയിന്റ് ആണ്. ഒറ്റയ്ക്ക് നമ്മൾ മാറുമ്പോൾ ശക്തി ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ അവർ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പൊ ഇന്ത്യ ഒട്ടാകെ ഈ ആൾക്കാർ ബുദ്ധമതത്തിലേക്ക് മാറുന്ന ഒരു പ്രവണത എല്ലാ സംസ്ഥാനങ്ങളിലും കണ്ടുവരുന്നുണ്ട്. അവർക്ക് അങ്ങനെ അതിനെ തടയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ നമുക്ക്
പ്രാദേശികമായിട്ട് അംബേദ്കറുടെ ഭരണഘടനയുടെയും ചുവട് പിടിച്ച് തന്നെ നമ്മൾ മാറുന്നതാണ് നമുക്ക് നല്ലത്. അല്ലാത്തതിനൊക്കെ അവര് വേറെ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കും. ഇപ്പൊ DHRM ഉണ്ടായ ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തരത്തിലൊരു വേറിട്ട ഒരു രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്തു പോയി എന്നുള്ളതാണ്. പറഞ്ഞത് അംബേദ്കർ തന്നെ ആണെങ്കിലും സമൂഹത്തിൽ നിന്ന് വേറിട്ട രീതിയിൽ വേറെ എന്തോ ഒരു 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 സംഘമാണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആയിപ്പോയത്. നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയല്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മളാണ് മുഖ്യധാര. ഭരണഘടനയുടെ ധാരയാണ് നമ്മുടേത്. നമ്മളെ മുഖ്യധാരയായിട്ട് മറ്റുള്ളവര് നിങ്ങൾ തെറ്റിപ്പോകുന്നവരാണെന്നാണ് നമ്മൾ ബ്രാഹ്മൺസിനോടും ഹിന്ദുസിനോടും പറയേണ്ടത്. നിങ്ങളാണ് വഴിതെറ്റിയവര്, ഞങ്ങൾ കറക്റ്റ് ട്രാക്കാണ് പോണത്, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല എന്ന് ചോദിക്കണം. ഇപ്പൊ അവര് ചെയ്യുന്നത് എന്താണ്? അവരുടെ സംസ്കാരവും അവരുടെ കാര്യങ്ങളുമാണ് മുഖ്യധാരയാക്കി അവർ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒത്തിരിയേറെ സ്റ്റഡികൾ നടത്തുന്നത്, അതായത് ഈ മണ്ണിനകത്ത് കിടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടേതാണ്. സ്ഥലങ്ങളുടെ പേരുകൾ നമ്മുടേതാണ്. നമ്മുടെ ചില ശീലങ്ങൾ നമ്മുടേതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയ്ക്കകത്തുള്ളത് ബൗദ്ധമാണ്. ഇതെല്ലാം ഒത്തിരിയേറെ ബൗദ്ധത്തിന്റെ എലിമെന്റ്സ്. അപ്പൊ നമ്മൾ അയ്യോ അത് ബൗദ്ധമാണ്. ആരാണ് അയ്യൻ? നമ്മുടെ ഭാഷയ്ക്കകത്ത് തന്നെ ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് നമ്മളുടേതാണ് റിയൽ കൾച്ചർ, റിയൽ സംസ്കാരം, ഇന്ത്യയുടെ തനത് സംസ്കാരവും ഇന്ത്യയുടെ തനത് സാധനം നമ്മുടേതാണെന്ന് നമ്മൾ പുറത്ത് കൊണ്ടുവരിക, എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇവിടെ കുഴിച്ചു നോക്കിക്കോ, ഇന്ത്യയുടെ എവിടെ വേണമെങ്കിലും കുഴിച്ചു നോക്കിക്കോ, നമ്മളുടെ അവശിഷ്ടങ്ങള്, നമ്മുടെ അതുപോലെ തന്നെ ആൽത്തറയും കുളവുള്ള എല്ലാം നമ്മുടെ പഴയ വിഹാരങ്ങളാണ്. കൊണ്ടുവരണം. എങ്ങനെയാണ് ഈ ആൽത്തറയുടെ കൺസെപ്റ്റ് വരുന്നത്? എവിടുന്നാ വരുന്നത്? അത് ആരുടെ കാലത്താണ് അത് വരുന്നത്? അശോകന്റെ കാലത്താണ് ഈ ഒരു കൺസെപ്റ്റ് വരുന്നത്. എവിടെ സ്തൂപം ഉണ്ടാക്കിയാലും എവിടെ വിഹാരം ഉണ്ടാക്കിയാലും ഒരാൾക്ക് സിംഗിൾ ആയിട്ടിരുന്ന ഒരാൾക്ക് ധ്യാനിക്കണം എന്നുണ്ടെങ്കിലുള്ള ചെറിയ കുഞ്ഞു കോവിൽ ചെറിയ സാധനം ഉണ്ടാക്കുമ്പോൾ പോലും അതിനടുത്തൊരു ആൽത്തൈ വെക്കണം. അദ്ദേഹത്തിന്റെ മകനെ അദ്ദേഹം ശ്രീലങ്കയിലേക്ക് വിടുമ്പോ, മകനെ മോളെയും കൂടെ ശ്രീലങ്കയിലേക്ക് വിടുമ്പോ, മഹേന്ദ്രനെയും സംഗമിത്രയും വിടുമ്പോ കയ്യിലൊരു ആൽത്തയും കൊടുത്താ വിടുന്നത്. എവിടുന്നാണ് ആൽത്തയുടെ പ്രത്യേകത വരുന്നത്? ബുദ്ധന് ബോധോദയം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, അതിന് മുമ്പുള്ള പൂർവ്വബുദ്ധന്മാരെ പറ്റി പഠിക്കുമ്പം അവർ ഇതുപോലെ തന്നെയാണ് ഓരോരോ രീതിയിലുള്ള ആൽത്തറകളെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. സൈന്ധവ സംസ്കാരത്തിൽ നിന്ന് ആലിൻ്റെതായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ അതിന്റെ ശില്പങ്ങളിലും കൊത്തുപണിയിലും കിട്ടിയിട്ടുണ്ട്. സൈന്ധവ സീലുകളിൽ നിന്ന് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഒരു തനത് സംസ്കാരത്തിന്റെ ഭാഗം. ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ പുറത്തു കൊണ്ടുവരാനുണ്ട്. അവരിപ്പോ നുണ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഗതി കൊണ്ടാണ് അവർ ഉണ്ടാക്കി വെച്ചത്. എല്ലാം നുണക്കൊട്ടാരമാണ്. അവരുടെ മീഡിയ കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഈ രാമക്ഷേത്രം ഉണ്ടായ ഇപ്പം അയോധ്യയിലെ രാമക്ഷേത്രത്തിന് അവിടെ ആക്ച്വലി കുഴിച്ചപ്പോ സംഭവം കിട്ടിയത് എന്താണ്? പഴയ സാകേതിലെ ബൗദ്ധവികാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് കിട്ടിയത്. എല്ലാ അമ്പലങ്ങൾക്കും, അതിപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ അനന്തശയനം എന്ന് പറഞ്ഞത് അത് എന്തോ ആക്ച്വലി അത് റിക്ലൈനിങ് ബുദ്ധയാണ്, ശയനബുദ്ധനാണ്. ബുദ്ധന്റെ ഇരിക്കുന്ന രൂപമുണ്ട്, ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന രൂപമുണ്ട്, അത് തന്നെയാണത്. എന്തുകൊണ്ടാണ് അമ്പലങ്ങളുടെ അടുത്തുള്ള വഴികളിൽ കൂടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചത്? എന്തിനാണ്? നമുക്കറിയാം വൈക്കത്തെ സത്യാഗ്രഹം. എന്തുകൊണ്ടാണ് അത് നിഷേധിച്ചത്? പഴയ വിഹാരം നമ്മൾ തിരിച്ചു പിടിക്കാൻ നമ്മൾ ശ്രമിക്കും, നമ്മൾ ചോദിക്കും, നമ്മൾ അവകാശവാദം ഉന്നയിക്കുന്ന പേടിച്ച് തന്നെയാണ് അങ്ങോട്ട് നമ്മളെ അടുപ്പിക്കാഞ്ഞത്. ഇപ്പോഴും അമ്പലത്തിൽ കയറാൻ നമ്മളെ മടിക്കുന്നതിന്റെ കാര്യം എന്താണ്? പിടിച്ചടക്കിക്കൊണ്ട് പോയതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ആദ്യ ജനത ഏതാണ്? ഇവിടുത്തെ ആദിവാസികളും കൃഷി അറിയാവുന്നവര്. കൃഷി നമുക്കറിയാം, നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് കൃഷി സംസ്കാരമാണ്. കൃഷി വന്നതിന് ശേഷമാണ് ഈ സംസ്കാരം ഉണ്ടാവുന്നത്. ഒരു ജനത വേട്ടയാടി ഓടി 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 നടക്കുമ്പോൾ ഒരിക്കലും സംസ്കാരം ഉണ്ടാവത്തില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ സ്ഥിരതാമസമാക്കുമ്പോഴാണ്
ഒരു സംസ്കാരം രൂപപ്പെടുന്നത്. അവിടെ ആകുമ്പോൾ എന്തൊക്കെയാ, അവർക്ക് താമസിക്കാനുള്ള ആവാസ വ്യവസ്ഥ ഉണ്ടാവണം, അവർക്ക് കൂട്ടിയേരാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാവണം, അവർക്ക് മൈതാനങ്ങൾ ഉണ്ടാവണം, കളിസ്ഥലങ്ങൾ ഉണ്ടാവണം, ആരാധനാലയങ്ങൾ ഉണ്ടാവണം, അവർക്ക് എന്താ പറയുക ജലസേചനം ഉണ്ടാവണം, അവർക്ക് പൈപ്പ് ലൈനുകൾ ഉണ്ടാക്കണം, ഓട നിർമ്മിക്കണം, അവരുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ വരും. സ്കൂളുകൾ വേണം, ആരോഗ്യ സ്ഥാപനങ്ങൾ വേണം. ഒരിടത്ത് സ്ഥിരതാമസം വരുമ്പോൾ മാത്രമാണ്. ഈ സ്ഥിരതാമസം എങ്ങനെയാ വരുന്നത്? ആഹാരത്തിന് വേണ്ടി ഓടി നടക്കണ്ട, കൃഷിയുണ്ട്, കൃഷിയുള്ളിടത്ത് മാത്രമേ സംസ്കാരം ഉണ്ടാവുന്നുള്ളൂ. ആ കൃഷിപ്പണി അറിയാവുന്ന ആരാണ്? രാമനാണോ കൃഷിപ്പണി അറിയാവുന്നത്? ഈ സംസ്കാരത്തിന്റെ വക്താക്കൾ അവരല്ല. അങ്ങനെയാണെങ്കിൽ ആ കൃഷിപ്പണി അറിയാവുന്ന ആൾക്കാരായിരിക്കണമല്ലോ ഇവിടുത്തെ ആദ്യത്തെ നിവാസികൾ. അങ്ങനെയാണെങ്കിൽ ഭൂമി അവരുടെ കയ്യിലായിരിക്കണമല്ലോ ഉണ്ടാവേണ്ടത്. എങ്ങനെ ഭൂമി പോയി? എല്ലാരും അവരുടെ കയ്യിലിരിക്കുന്ന ഭൂമി കാശിന് വിറ്റതാണോ? അല്ലല്ലോ. ഭൂമി തിരിച്ചു പിടിക്കണ്ടേ? ചോദിക്കണ്ടേ? 3 സെന്റ് കോളനികൾ കിട്ടിയാൽ പോരല്ലോ. ഇവിടെ ഭൂമിയുള്ള ആൾക്കാർക്ക് 3 സെന്റ് അല്ലല്ലോ നഷ്ടപ്പെട്ടത്. മനുസ്മൃതിയിൽ എഴുതി വെച്ചു, എന്നിട്ട് ബലമായി പിടിച്ചിറക്കി വിട്ടു. അത് തിരിച്ചു തരണ്ടേ? അപ്പൊ ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് നമ്മളത് ഒരു മെയിൻ സ്ട്രീം ആക്കി മാറ്റണം. അപ്പം വേടൻ അത് വന്നപ്പോൾ തന്നെ അവരെ പേടിക്കുന്നതിന്റെ കാര്യം, കാരണം ആൾക്കാർ കൂടുതൽ അതിനൊക്കെ സപ്പോർട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ തിരിച്ചറിയാം, അവർ മൂടി വെച്ച സാധനങ്ങളൊക്കെ പുറത്തു വരിക, പേടിയാവുന്നവർക്ക്. ഈ ബോധിസത്ത എന്നുള്ള ഒരു പേര് വന്നത് തന്നെ എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ ബോധിസത്വം എന്ന് പറ്റുമോ? പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബുദ്ധൻ ആദ്യം ബോധിസത്വനായിട്ടാണ് പിന്നെ ബുദ്ധനാവുന്നത്. അതായത് ബൗദ്ധാവസ്ഥയ്ക്ക് വേണ്ടി ധ്യാനത്തിലൂടെ പ്രയത്നിക്കുന്ന ഒരാളെയാണ് ബോധിസത്വം എന്ന് വിളിക്കുന്നത്. വൺ ഹു ഇസ് സീക്കിംഗ് ബുദ്ധാഹുഡ്, അല്ലെങ്കിൽ ബൗദ്ധത്വത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ബോധിസത്വം. പക്ഷെ ഇവന്മാര് വേറെ, ഈ മഹാനക്കാരതിന് വേറെ ചില അഭ്യാസങ്ങൾ കൊണ്ടുപോകും. അതിനൊക്കെ നമ്മൾ പറയണമെങ്കിൽ വേറെ ഒരു ക്ലാസ് തന്നെ എടുക്കേണ്ടി വരും. അതായത് 3 കൺസെപ്റ്റിനെയാണ് അവന്മാര് വികൃതമാക്കിയത്. ഒന്ന് ബോധം, ബുദ്ധൻ പറഞ്ഞതല്ല മഹാനക്കാർ പറഞ്ഞിരിക്കുന്നു. രണ്ടാമത് ജന്മം, ബുദ്ധൻ പറഞ്ഞതല്ല മറ്റവർ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കർമ്മ, ബുദ്ധൻ പറഞ്ഞതല്ല അവർ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇതിന് 3നും വേറെ അർത്ഥം കൊടുത്തിട്ട് അവർ ഇതിന്റെ കൺസെപ്റ്റ് കംപ്ലീറ്റ് മാറ്റിമറിച്ചു. ഇപ്പൊ ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മുടെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ട്. ഈ ടോർച്ചിനകത്ത് ബാറ്ററി നന്നായിട്ട് ഫുൾ ബാറ്ററി ആണെങ്കിൽ, ചാർജ് ഉണ്ടെങ്കിൽ നമ്മുടെ ബൾബ് കത്തും. കുറെ നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇതിനകത്ത് ചാർജ് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ബൾബിന്റെ വെളിച്ചം കുറയും. ബാറ്ററി കംപ്ലീറ്റ് ഡെഡ് ആയി കഴിഞ്ഞാൽ വെളിച്ചം കംപ്ലീറ്റ് പോകും. അല്ലെങ്കിൽ ഒരു മെഴുകുതിരി ആണെങ്കിൽ മെഴുകുതിരിക്ക് കൃത്യമായിട്ട് മെഴുകും എല്ലാം ഉണ്ടെങ്കിൽ കത്തും. അല്ലെങ്കിൽ മെഴുകൊക്കെ തീർന്നു വന്നു കഴിയുമ്പോൾ അത് മുനിഞ്ഞ് കത്തി ലാസ്റ്റ് കെട്ടും. അപ്പൊ വെളിച്ചം എന്ന് പറയുന്നത് ഒരു എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു രാസപ്രവർത്തനമാണ്. അത് അതിന്റെ ഫലമാണ്, അതിന്റെ ഇഫക്റ്റ് ആണ്. ആക്ച്വൽ സാധനം എന്ന് പറയുന്നത് ബാറ്ററിയോ അല്ലെങ്കിൽ ടോർച്ചോ അല്ലെങ്കിൽ മെഴുകാണെങ്കിൽ മെഴുക്, അതിന്റെ തിരി, അതിന് വേണ്ടുന്ന ഓക്സിജൻ, അതിന് വേണ്ടുന്ന താപോർജ്ജം എല്ലാം കൂടെ കൂടുമ്പോഴാണ് നാളെ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ബോധം നമുക്ക് മനസ്സിനകത്ത് ഉണ്ടാവുന്നതും നമ്മുടെ ബ്രെയിനകത്ത് ഉണ്ടാവുന്നതും ന്യൂറോൺസിന്റെ അകത്ത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് ഈ ബോധം എന്ന് പറയുന്ന സംഭവം ജ്വലനം അവിടെ നടക്കുന്നത്. നമ്മൾ ഏതെങ്കിലും കാരണവശാല് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ അതിനകത്ത് ഊർജ്ജോൽപാദനം ഡിം ആകുമ്പോൾ നമുക്ക് നമ്മുടെ ബോധം മങ്ങി തുടങ്ങും. നമ്മൾക്ക് ഫെയിൻ്റ് ആയിപ്പോകും, നമ്മൾ തലകറങ്ങിപ്പോകും, അല്ലെങ്കിൽ നമുക്ക് ബോധം കുറഞ്ഞു തുടങ്ങും. വെള്ളം കുടിക്കാതിരുന്നാൽ കൃത്യമായിട്ട്, അതായത് ന്യൂറോൺസിന്റെ അകത്ത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ഓക്സിജനും കിട്ടണം, പോഷകങ്ങളും കിട്ടണം, അവിടെ എത്തണം. അത് കൊടുക്കുന്നത് ബ്ലഡാണ്. എന്തെങ്കിലും കാരണവശാൽ ഹാർട്ട് നിന്ന് പോയി കഴിഞ്ഞാൽ ബ്ലഡ് പമ്പ് ചെയ്യുന്ന നിൽക്കും, ഈ പറയുന്ന ഊർജ്ജോൽപാദനം തീരും. അപ്പോൾ ന്യൂറോൺസ് കെട്ടുപോകും, ന്യൂറോൺസിനകത്ത് ഊർജ്ജോൽപാദനം നടക്കത്തില്ല. അങ്ങനെയാണ് ഈ മസ്തിഷ്ക മരണം സംഭവിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടന്നാൽ ഇതുപോലെ തന്നെ നമ്മുടെ ഊർജ്ജം തീർന്ന് പോയി കഴിയുമ്പോൾ ലാസ്റ്റ് ബോധം ന്യൂറോൺസ് കെട്ടുപോകും, നമ്മൾ ഡെഡ് ആവും. അല്ലെങ്കിൽ
നമുക്ക് ശ്വാസം മുട്ടിയാൽ, ഇത് തന്നെ, അല്ലെങ്കിൽ വിഷപ്പുകയേറ്റാൽ, അതുപോലെ തന്നെ നമ്മൾ മദ്യം കഴിക്കുവാണെങ്കിലോ, മദ്യം കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രക്തത്തിനകത്തോട്ട് വേണ്ടാത്ത കുറച്ച് കമ്പോണൻസ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുക, കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കുള്ള ആ ന്യൂറോണിന്റെ യഥാർത്ഥ പ്രവർത്തനം മാറും. അപ്പോഴാണ് നമ്മളുടെ ബോധത്തിന് മാറ്റം വരുന്നത്. അപ്പൊ ബോധം എന്ന് പറയുന്നത് പ്രാഥമികമല്ല, ആദ്യം ന്യൂറോണാണ് പ്രാഥമികം. ന്യൂറോൺസ് ഉള്ളത് കൊണ്ടാണ് ബോധം ഉണ്ടാവുന്നത്. ഇതാണ് ബുദ്ധൻ പറഞ്ഞത്. പക്ഷെ ഇവർ പറഞ്ഞ എന്താണെന്നറിയോ, പ്രാഥമികമായിട്ട് ബോധം എന്ന് പറയുന്ന സാധനം പ്രപഞ്ചത്തിലുണ്ട്. ആ ബോധമാണ് നമ്മളെ ഉണ്ടാക്കുന്നതെന്നാണ് അർത്ഥം. കംപ്ലീറ്റ് മാറി. എന്നിട്ട് ഇവര് വേറൊരു സംഭവം പറഞ്ഞു. ഈ ബോധം ഇങ്ങനെ ഓരോ ജന്മം കഴിയുമ്പോഴും ഇങ്ങനെ അതിന് അടുത്ത ജന്മത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ന്യൂറോൺസ് പോയി കഴിഞ്ഞാൽ ആള് മരിച്ചു പോകും. ഈ ഇപ്പൊ നമ്മൾ പറയുന്നത്, ഇവർ പറയുന്നത് എന്നാന്ന് പറഞ്ഞാൽ ടോർച്ചിനകത്തെ വെളിച്ചമുണ്ട്. ഈ വെളിച്ചത്തിന് സ്വന്തമായിട്ടൊരു അസ്തിത്വമുണ്ട്. വെളിച്ചം സന്നദ്ധം നിൽക്കുക. എന്നിട്ട് വെളിച്ചം ഇതിനകത്ത് ഈ ടോർച്ച് കെട്ട് കഴിഞ്ഞാൽ അടുത്ത ടോർച്ചിനകത്തോട്ട് ഈ വെളിച്ചം ചാടിപ്പോകുന്ന പറയുന്നത്. എന്ന് പറയുന്നത് പോലെ ബോധം നമ്മളുടെ ഈ മരണസമയത്ത് അടുത്തൊരു ജന്മത്തിലേക്ക് അങ്ങ് പോകുന്ന പറയുന്നത്. അതിന് ഇവരൊരു പുതിയ പേരൊക്കെ കൊടുത്തു, പ്രതിസന്ധി വിജ്ഞാനം അല്ലെങ്കിൽ സന്താന വിജ്ഞാനം. 2 സ്കൂളുകളുണ്ട്. മഹാനുണ്ടാക്കിയ അഭിധമതപിടകം ഉണ്ടാക്കിയ 2 കൂട്ടരുണ്ട്. ഒരു കൂട്ടരെ വിഭാജ്യവാദ എന്ന് പറയും, ഒരു കൂട്ടരെ സർവാസ്തിവാദ എന്ന് പറയും. വിഭാജ്യവാദക്കാർ പറയുന്നത് എന്താ പറയാ, പ്രതിസന്ധി ചിത്തം. മറ്റവർ പറയുന്നത് സന്താന ചിത്തം. അർത്ഥം ഒന്ന് തന്നെ. അതായത് ഒരു ജന്മത്തിൽ നിന്ന് അടുത്ത ജന്മത്തിലേക്ക് ലിങ്ക് ചെയ്യുന്ന സാധനമാണ് ഈ പ്രതിസന്ധി. സന്ധി ചെയ്യിപ്പിക്കുന്ന ചിത്തം. ചിത്തം എന്ന് പറഞ്ഞാൽ ഈ ബോധം അല്ലെങ്കിൽ വിജ്ഞാനം. പ്രതിസന്ധി വിജ്ഞാനം എന്നും പറയും. അതായത് ബോധം ഇങ്ങനെ തുടർന്ന് പോകും. അപ്പോ മനുഷ്യൻ ഈ അവസാന നിമിഷത്തിൽ നമ്മൾ മരിക്കാറാവുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ ഭാവം എന്താണോ ആ ബോധത്തിനനുസരിച്ച് നമ്മൾ അടുത്ത ജന്മം, ഇപ്പം നമ്മൾ എന്താ പറയാ, വല്ലാത്ത എന്താ പറയുക ഇറിറ്റേഷനോട് കൂടി അല്ലെങ്കിൽ അസൂയോട് കൂടിയൊക്കെയാണ് നമ്മൾ മരിക്കുന്നെങ്കിൽ അവസാനത്തെ അത് വെച്ചിട്ട് നമ്മൾ അടുത്ത ജന്മത്തിൽ പിശാചായിട്ടോ പട്ടിയായിട്ടോ മാനായിട്ടോ മയിലായിട്ടോ നരിയായിട്ടോ ഇങ്ങനെയൊക്കെ അങ്ങ് മാറും, നായായിട്ടൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ ഒരു കഥ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് കുറെ ലോകങ്ങളുണ്ട്, 31 തരം ലോകങ്ങൾ, 3 ലോകങ്ങളിൽ 31 തരം തലങ്ങളുണ്ട് എന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് കഥകൾ ഉണ്ടാക്കുക. അപ്പൊ ജന്മം എന്ന് പറയുന്ന അർത്ഥം ഒരു ജന്മത്തിൽ മനുഷ്യരാണെങ്കിൽ പിന്നെ പട്ടിയാവും, പിന്നെ ആടാവും. അതുപോലെ തന്നെ തിരിച്ചും നമ്മൾ ഈ മനുഷ്യ ജന്മം എടുക്കുന്നതിന് മുമ്പ് നമുക്ക് കുറെ ജന്മം ഉണ്ടായിരുന്നത്രേ, നമ്മൾ അങ്ങനെ വന്നതാണെന്ന് കഥയുണ്ടാക്കുന്നതാണ്. ബുദ്ധൻ പറഞ്ഞത് എന്തുവാ ജന്മം എന്ന് പറയുന്നതിന് അർത്ഥം? ഞാൻ നേരത്തെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത്, നമ്മളെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈ 5 പ്രവർത്തനമേ ഉള്ളൂ നമ്മളെന്ന്. അപ്പൊ നമുക്ക് അത് മനസ്സിലാക്കുന്ന അനാത്മാ മനസ്സിലാക്കുന്ന ഒരാൾക്ക് നമ്മൾ സ്വയം നമ്മളൊരു പേരൊന്നും പിന്നെ കൊടുക്കുകയില്ല. അതാ ബുദ്ധന്റെ പേര് വേണ്ടെന്ന് വെച്ചത്. കാര്യം ആ പേര് വെച്ച് കഴിയുമ്പോൾ ആള് മാറിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ എങ്ങനെയാ പേര് തുടരുന്നത്? ആ വ്യക്തി തന്നെ മാറുക. നമ്മൾ ഓരോ നിമിഷവും നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ ശരീരവും മാറുന്നുണ്ട്, മനസ്സും മാറുന്നുണ്ട്. ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുക. അതിന് നമ്മൾ ഹ്യൂമൻ ബീയിങ് എന്ന് പറയും. ബീയിങ് എന്ന് പറഞ്ഞാൽ ബിക്കമിങ് ആണ്, മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ നിരന്തരം മാറുന്ന ഒരായതുകൊണ്ട് നമുക്കൊരു ഉള്ളിൽ സ്ഥിരമായ ഒന്നുമില്ല, ഒരു മനസ്സും ഇല്ല, അല്ല മനസ്സും മാറിക്കൊണ്ടിരിക്കുന്നു, ശരീരവും മാറിക്കൊണ്ടിരിക്കുന്നു, ആത്മാവെന്ന സാധനം ഇല്ലതാൻ. അപ്പൊ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന് അങ്ങനെ ഒരു പേരിടാൻ പറ്റിയെന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ബോധാവസ്ഥയിൽ ഇരിക്കുന്ന ഒരാളെന്ന് മാത്രം പറഞ്ഞാൽ അതിനാണ് ബുദ്ധൻ എന്ന് പറയുന്നത്. അതിനാ ബുദ്ധത്വം എന്ന് ഞാൻ പറയുന്നത്. ധമ്മം ഫോളോ ചെയ്യുന്ന ഒരാൾ ബുദ്ധത്വത്തിൽ എത്തും എന്ന് പറയുന്നതിന്റെ കാര്യം. അപ്പൊ നമ്മൾ ഓരോ മൊമെന്റിലും നമ്മൾ ഇത് അറിയാത്ത ഒരാളാണെങ്കിൽ ഞാൻ വിചാരിക്കുമ്പം ഇയാൾ പോലും അറിയാതെ ഇയാൾ പല വ്യക്തികളായി മാറിക്കൊണ്ടിരിക്കുക. ഒരു സമയത്ത് ഇയാൾ സന്തോഷമുള്ള ഒരു വ്യക്തിയായിരിക്കും, അപ്പൊ ഇയാളുടെ മനസ്സിന്റെ ശരീരത്തിന്റെയും കോമ്പിനേഷൻ വരണം. അടുത്ത നിമിഷം ഇയാൾ വേറൊരു അസൂയ ആലോചിക്കുക, അപ്പൊ ഇയാളുടെ മനസ്സും ശരീരവും മാറി അയാൾ വേറൊരു വ്യക്തിയാണ്. അപ്പൊ നമ്മൾ പോലും അറിയാതെ ഓരോ മൊമെന്റിലും നമ്മൾ പല പേഴ്സണാലിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ ചില ദേഷ്യവും വാശിയും വൈരാഗ്യം ഉള്ള ഒരു സമയത്ത് മനുഷ്യനല്ല, തണുത്ത് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ നമ്മൾ മാറുന്നുണ്ട് നമ്മൾ പോലും അറിയാതെ. ഇതിനെയാണ് ജന്മം എടുക്കുക എന്ന് ബുദ്ധൻ പറഞ്ഞത്. അപ്പൊ ബുദ്ധന് ബോധോദയം കിട്ടിക്കഴിഞ്ഞ ശേഷം ആദ്യം അദ്ദേഹം ഒരു വാചകം പറയുന്നുണ്ട്, ഞാൻ ഇത്രയും നാളും ഞാൻ പോലും അറിയാതെ അനേക ജാതി സംസാരം, അതിന് ഒത്തിരി ജന്മം എടുത്തുകൊണ്ടിരുന്നു. അതിന്റെ അർത്ഥം ഇതാണ്, അതായത്
ബുദ്ധൻ ജനിച്ചത് 563 BC അന്ന് തൊട്ട് ഈ 35-ാമത്തെ വയസ്സ് വരെ ഇത് അറിയാതെ പോലെ ജന്മം എടുത്തുകൊണ്ടിരുന്നതാണ് അർത്ഥം വെച്ചത്. പുള്ളി അതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ പുള്ളി കഴിഞ്ഞ പ്രാവശ്യം അതിനു മുമ്പ് പട്ടിയായിരുന്നു, പിന്നെ പുഴുവായിരുന്നു, പിന്നെ ആടായി, മാനായി, മതിലായി, കുതിരയായി, പിന്നെ ആ മനുഷ്യനായി നല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ ഞാൻ 1969 ജനിച്ചു, എനിക്കിപ്പോ 56 വയസ്സുണ്ടെങ്കിൽ കഴിഞ്ഞ 55-56 വയസ്സ് വരെ ഞാൻ അറിയാതെ എനിക്ക് ഇപ്പൊ ഇതിനെപ്പറ്റിയുള്ള ഐഡിയ കിട്ടിയില്ല എന്ന് വിചാരിക്കും. അനാത്മതയെ പറ്റിയുള്ള ഐഡിയ കിട്ടിയില്ലെങ്കിൽ ഞാൻ അത്ര നാളും ഞാൻ ഓരോരോ വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക, ഞാൻ പോലും അറിയാതെ. പക്ഷെ അനാത്മത കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഈ 5 കാര്യങ്ങളെ പ്രോസസ്സ് മാത്രമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഒരിക്കലും ഞാനായിട്ടൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കത്തില്ല. കാരണം ഞാൻ എല്ലാത്തിനെയും ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് നിർവ്വാണാവസ്ഥയിൽ ഒരാള് പിന്നെ ജന്മം എടുക്കുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതാണ് ബുദ്ധൻ പിന്നെ ജന്മം എടുക്കുന്ന പരിപാടി നിർത്തി എന്ന് പറയുന്നത്, നിബ്ബാണാവസ്ഥ എത്തി എന്ന് പറയുന്നത്. പക്ഷെ മറ്റൊരു പറഞ്ഞത് എന്തുവാണ്? ബോധം ഇങ്ങനെ തനിയെ ചലിച്ചുകൊണ്ടിരിക്കുക, ഓരോ ജന്മത്തിനനുസരിച്ച് ഇങ്ങനെ ചാടി 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 പോവുക, നമ്മൾ ഇതും കഴിഞ്ഞിട്ട് പിന്നെയും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഈ പുനർജന്മം. അപ്പോ ബോധിസത്വം എന്നുള്ളതിന്റെ കൺസെപ്റ്റിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. ബോധിസത്വം എന്ന് പറയുന്ന ഒരാള് പൂർണ്ണ ബുദ്ധാവസ്ഥ എത്തുന്നതിന് മുമ്പാണ് മരിക്കുന്നതെങ്കിൽ അയാൾ നിർവ്വാണാവസ്ഥ എത്തിയിട്ടില്ല. അയാൾക്ക് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള നോളജ്, ഇൻസൈറ്റ് കിട്ടിയിട്ടില്ല, ഉൾക്കാഴ്ച കിട്ടിയിട്ടില്ല. എന്നിട്ട് ഇവരൊരു കാരണം പറഞ്ഞു. എന്തേ? മരിക്കണ സമയത്ത് ഈ ബോധിസത്വന്മാര് ഭയങ്കരമായ അപാരമായ കരുണയും കൊണ്ട് അങ്ങ് മരിക്കുക. അപ്പൊ കരുണയും കൊണ്ട് നല്ല മനസ്സോടുകൂടി മരിക്കുന്നയാള് ദേവനായിട്ടും ദേവതയായിട്ടും അടുത്ത അങ്ങനെ ഒരു ലോകമുണ്ട്. ആ ലോകത്തിലേക്കാണ് അവർക്ക് ടിക്കറ്റ് കിട്ടുന്നത്. അപ്പൊ അവരവിടെ ഇങ്ങനെ ഉണ്ട്, നിപ്പുണ്ട്. നമ്മൾ അവരുമായിട്ട് ഇങ്ങനെ സമ്പർക്കം ഉണ്ടാക്കണം. എങ്ങനെയാ? അവരെ ധ്യാനിക്കണം, അവരെ ജപിക്കണം, അവർക്ക് ചില മൂലമന്ത്രങ്ങളുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവരുമായിട്ട് നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ പറ്റും. പിന്നെ അവരിങ്ങോട്ട് നമുക്കിങ്ങനെ ഐശ്വര്യം ഇങ്ങനെ ചൊരിഞ്ഞിങ്ങ് തരും. കഥയാണിത്. ന്യൂറോൺസ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആരും അവിടെ ജീവിക്കുന്നില്ല. ബോധം അവസാനം തീർന്നു പോവുക, ഇങ്ങോട്ട് ചാടിപ്പോണില്ല. അഭിധമ്മ പിടകം മൊത്തം തെറ്റാണ്. നമ്മൾ ത്രിപിടകം എന്ന് പറയുന്നുണ്ട്. ഇത് എപ്പോഴാണ് ഈ സാധനം കൊണ്ട് കുത്തിക്കയറ്റിയെന്നറിയോ? 3ാമത്തെ ബുദ്ധ കൗൺസിൽ അശോകൻ പോലും വിദഗ്ധമായിട്ട് കബളിപ്പിക്കപ്പെട്ടു. മൊഗാലിപുത്ത തിസ്സ എന്ന് പറയുന്ന ബ്രാഹ്മണ ഭിക്ഷു അശോകനെ കബളിപ്പിച്ചു എന്നും ആർക്കും അറിയത്തില്ല. ഈ ഫേക്ക് സാധനത്തിനെ 3ാമത്തെ പിടകമായിട്ട് അവർ ആഡ് ചെയ്തു. ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്ന് പറയുന്നത് ബുദ്ധൻ മരിച്ചതിന്റെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കൂടുകയാണ്. 1ാമത്തെ ബുദ്ധസംഗതി. ബുദ്ധനുള്ള സമയത്ത് തന്നെ ബുദ്ധനോട് അവർ പറയുന്നുണ്ട് ഇങ്ങനെ കുറെ കൺസെപ്റ്റുകൾ. ബുദ്ധൻ പറയുന്നത് ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പറഞ്ഞു സംസ്കൃതത്തിലാക്കാൻ പറ്റുമോ ഗുരു? ഇതെല്ലാം സംസ്കൃതത്തിലാക്കാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു മേലെ ആ ഡിമാൻഡ് കൊണ്ട് വന്നേക്കരുന്നു പറഞ്ഞു. ഇത് ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മതി. അതുകൊണ്ട് ഇവന്മാർ കുറെ പേരകത്ത് കയറി. ബ്രാഹ്മണ ഭിക്ഷുക്കള്, മഹാകശ്യപൻ, മൊഗ്ഗലൻ, സാരിപുത്ത, ഇവന്മാരെല്ലാം ഇതിനകത്ത് കയറിയതാ. വലം കൈയും ഇടം കൈയുമായിട്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷെ സൂക്തങ്ങൾ ഓർത്തു വെക്കാനും തിരിച്ചത് പറയാനുമുള്ള ഉത്തരവാദിത്വം ബുദ്ധൻ സ്വന്തം കസിനായ ആനന്ദനെ മാത്രമേ ഏൽപ്പിച്ചുള്ളൂ. കാര്യം ഇവന്മാരുടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാരെ അതിനെ വളച്ചൊടിക്കും. അതുപോലെ ഉപാലി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ശുരകനായിട്ടുള്ള പുള്ളിക്കാരനെ കൊണ്ടാണ് വിനയ നിയമങ്ങൾ. ഇവർ രണ്ടുപേരും കൂടെയാണ് ഇത് രണ്ടും ഓർത്തു വെച്ചിരിക്കുന്നത്. വിനയ നിയമങ്ങൾ മുഴുവൻ ഉപാലി ഓർത്തു വെക്കും, സൂക്തങ്ങൾ മുഴുവൻ ആനന്ദനും ഓർത്തു വെക്കും. അങ്ങനെ ബുദ്ധൻ മരിച്ചതിന് ശേഷം അടുത്ത ദിവസം കൗൺസിൽ കൂടി ഇതെല്ലാം കൂടി ഒന്ന് ചിട്ടപ്പെടുത്തണമെന്ന് പറഞ്ഞു. ആനന്ദനെ ഒഴിവാക്കാനായിട്ട് അവസാന നിമിഷം വരെ ഇവർ പയറ്റി. ആനന്ദൻ ബുദ്ധാവസ്ഥ പ്രാപിച്ചിട്ടില്ല, അർഹതാവസ്ഥ പ്രാപിച്ചിട്ടില്ല, അതുകൊണ്ട് ആനന്ദം പാടില്ല എന്ന് പറഞ്ഞു. ആനന്ദ തലേദിവസം രാത്രി കുത്തിയിരുന്ന് ധ്യാനിച്ച് അർഹതാവസ്ഥ പ്രാപിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ പറഞ്ഞു ഞാൻ റെഡിയായിരുന്നു. അങ്ങനെ അന്ന് നടന്നില്ല. അങ്ങനെ 2 സാധനങ്ങൾ പൂർണ്ണമായിട്ടും ഫിക്സ് ചെയ്തു. സുക്തപിടകം ഫിക്സ് ചെയ്തു, വിനയപിടകം ഫിക്സ് ചെയ്തു. പിന്നെ അതിനകത്ത് കയറി ഇതിനകത്ത് ഇനി പിന്നെ കലർപ്പ് നടത്താൻ പറ്റത്തില്ല. പിന്നെ അതിനകത്ത് ഒരു സാധനം പിന്നെ കുത്തിക്കയറ്റാൻ പറ്റത്തില്ല. ബുദ്ധൻ അതുപോലെ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന പൂർണ്ണമായ ധമ്മങ്ങള് ഇത് കേവലം പരിപൂർണം, കേവലം പരിശുദ്ധം. പാലിയാണ് കേവലം പരിപൂർണം, കേവലം പരിശുദ്ധം. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയാം കേവലം പരിപൂർണം, കേവലം പരിശുദ്ധം. അതായത് കംപ്ലീറ്റ് ആണ്, ഇത് ഫുള്ളാണ്. ഇതിനകത്ത് ഒരു വാക്ക് പോലും കൂട്ടാനും ഇല്ല, കുറയ്ക്കാനും ഇല്ല. അപ്പൊ പിന്നെ ഇതിനെ കുത്തിക്കയറ്റാൻ പറ്റത്തില്ല. പിന്നെ ബുദ്ധൻ മരിച്ചതിന് ശേഷം
ഇവർ ഇതിനകത്ത് ആദ്യമേ 2 വിള്ളലുണ്ടാക്കി, മഹാസങ്കീർ എന്ന് പറഞ്ഞ വേറെ കൂട്ടർ. പിന്നെ അപ്പോഴും ഇവന്മാരിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക ഈ സാധനത്തിനെ, പുതുതായിട്ടൊരു സാധനം. അവസാനം 3ാമത്തെ ഒരു പിടകമായിട്ട് അഭിധമ്മ പിടകം എന്ന് പറഞ്ഞ ഒരു സാധനമായിട്ട് ഇതിനെ പ്രസന്റ് ചെയ്തു. അത് പ്രസന്റ് ചെയ്ത് അത് കുറെ നാൾ ഇങ്ങനെ ഇട്ട് അതിനകത്ത് ഇട്ട് ഉരുട്ടിക്കൊണ്ടിരുന്നു. അപ്പം ലാസ്റ്റ് അശോകന്റെ കാലമായപ്പോഴത്തേക്ക് എല്ലാത്തിനും കൂടെ ഒന്നുകൂടെ ചിട്ടപ്പെടുത്തണമെന്നും പറഞ്ഞിട്ട് മൊഗാലിപുത്ത തിസ്തൻ അതിനകത്ത് കയറിയിട്ട് പുള്ളിക്കാരൻ എല്ലാത്തിൻ്റെയും കൺട്രോൾ അങ്ങ് എടുത്ത് പുള്ളി വേണ്ടാത്ത കുറെ പേരെ ഒഴിവാക്കി. പക്ഷെ ഗ്യാപ്പിൽ കൂടെ ഈ അഭിധമ്മ പിടകത്തിനെ ഇതിന്റെ ഔദ്യോഗികമായ ഒരു പിടകമായിട്ട് 3ാമത്തെ പിടകമായിട്ട് അങ്ങ് സ്വീകരിച്ചു. അന്ന് തൊട്ട് ബുദ്ധമതത്തിനകത്ത് വേണ്ടാത്ത സാധനങ്ങൾ കയറി, അന്ധവിശ്വാസങ്ങൾ കയറുന്ന അവിടെ തൊട്ടാണ്. പക്ഷെ ഈ അഭിധമ്മ പിടകം മുഴുവൻ ഇപ്പൊ സയന്റിഫിക്കലി റോങ് ആണ്. ഉത്തരവാദിത്വം ആരുടെ പുറത്താ വരുന്നത്? ബുദ്ധന്റെ പുറത്താ വരുന്നത്. കാര്യം ഇവര് പറഞ്ഞ എന്നാന്നറിയോ, ബുദ്ധൻ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അമ്മയെ സന്ദർശിക്കാൻ പോവായിരുന്നു. ഏത്? ജനിച്ച് 7 ദിവസം കഴിഞ്ഞ് മരിച്ച അമ്മ മഹാമായ തുസിതാ സ്വർഗത്തിൽ ഇരിപ്പുണ്ടത്രേ. മരണം കഴിഞ്ഞ് അവിടെ പോയി അവിടെ ഇരിക്കുക. പുള്ളിക്കാരൻ ഇടയ്ക്കുള്ള ബ്രേക്ക് എടുത്തിട്ട് പുള്ളി ഇടയ്ക്ക് തുസിതാ സ്വർഗത്തിൽ പോയി വരും. കാരണം ബുദ്ധന് ഭയങ്കര പവേഴ്സ് ആണ്. ഇവർ പറഞ്ഞുണ്ടാക്കുന്ന കഥകൾ എനിക്ക് പറയാം. അപ്പൊ അങ്ങനെ ബുദ്ധൻ തുസിതാ സ്വർഗത്തിൽ പോകും. അവിടെ കുറെ ദേവന്മാരുണ്ട്. അതിനകത്ത് തന്നെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ബുദ്ധൻ പോകുന്നത് തവതിംസ സ്വർഗം വേറൊന്നുണ്ട്. ഇവരുടെ അമ്മ കിടക്കുന്നത് തുസിതാ സ്വർഗത്തിലാണ്. പറഞ്ഞു പിടിച്ചു വന്നത് തവതിംസ സ്വർഗത്തിൽ പോകുന്ന പറഞ്ഞു. അത് തന്നെ ഒരു മിസ്റ്റേക്കാണ്. പോട്ടെ, എന്തേലും ആട്ടെ. ബുദ്ധൻ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് എടുത്ത് ഇടയ്ക്ക് ഈ വർഷാവാസം എന്ന് പറയുന്ന സമയമുണ്ട്. ഇവര് ഈ മഴക്കാലത്ത് വിഹാരത്തിൽ താമസിക്കും. അപ്പം യാത്ര പോകത്തില്ല. അതിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ ഇടയ്ക്ക് സർക്യൂട്ട് ഇങ്ങനെ ട്രിപ്പ് അടിക്കും. നമ്മൾ ഈ എന്താ പറയുന്നത്, ടൈം മെഷീനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണോ. പുള്ളി അവിടെ പോകുന്നു, സ്വർഗത്തിൽ പോകുന്നു. അമ്മയ്ക്ക് ഇതെല്ലാം അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് അമ്മ നേരത്തെ മരിച്ചുപോയി. അപ്പൊ അമ്മയ്ക്ക് ബുദ്ധൻ ഈ ബോധോദയം കിട്ടിയതിന് ശേഷമുള്ള അറിവുകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അമ്മയ്ക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ബുദ്ധൻ അവിടെ പോകുന്നു. ദേവന്മാരുമായിട്ടും കൂടെ സംസാരിക്കുന്നു, ചർച്ച ചെയ്യുന്നു, തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് ഇത് ആരോടാ പറയുന്നറിയോ? സാരിപുത്തനോട് പറഞ്ഞു കൊടുക്കുന്നു. സാരിപുത്തൻ ഒരു ബ്രാഹ്മണ ഭിക്ഷുവാ. ഇവര് കഥ ഉണ്ടാക്കുന്നത്, അതായത് ഇവര് പറഞ്ഞു എന്ന് പറഞ്ഞ ആൾക്കാർ ഇത് എടുക്കുകയില്ല. അതുകൊണ്ട് അത് ബുദ്ധൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഉണ്ടാക്കണം. ബുദ്ധൻ മരിക്കുന്നതാണ് വരെ പറഞ്ഞിട്ടില്ല. ബുദ്ധൻ കൊടുത്തത് 2 ഉള്ളൂ. ഉത്തപിടകവും വിനയപിടകവും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് കേവലം പരിപൂർണമാണ്, കേവലം പരിശുദ്ധമാണ്, അതൊന്നും കൂട്ടാനും കുറയ്ക്കാനും ഒന്നുമില്ല അന്ന് പറഞ്ഞിട്ട് പോയതാ, ഡിക്ലെയർ ചെയ്തിട്ട് പോയതാ. പിന്നെ ഈ ഒരു 3ാമത്തെ സാധനത്തിന് ഇതിനകത്ത് കുത്തിക്കയറണം. കാരണം അന്ധവിശ്വാസത്തിന്റെ എന്തെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ മാത്രമേ പൗരോഹിത്യം ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പ്രത്യക്ഷത്തിൽ നമുക്ക് നേച്ചറലി കാണുന്ന, റിയലായിട്ട് കാണുന്ന കാര്യങ്ങളെ വെച്ചിട്ടൊന്നും ഇവന്മാർക്ക് ഈ ദിവ്യത്വത്തിന്റെ അതീന്ദ്രിയ കാര്യങ്ങളും അഭൗമ കാര്യങ്ങളും ദേവനും അതും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനുള്ള എന്തെങ്കിലും ഒരു പഴുത് ഇതിനകത്ത് വേണം. അതിനാണ് ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അതായത് മരിച്ചു കഴിയുമ്പം വേറെ കുറെ ലോകങ്ങളുണ്ട്, സ്വർഗമായിട്ട് കുറെ ദേവന്മാരുണ്ട്, മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കുറെ ലോകമുണ്ട്, ഇങ്ങനെ കഥകൾ ഉണ്ടാക്കുക. അപ്പൊ അതിന് ആധികാരികത കിട്ടാൻ വേണ്ടി ബുദ്ധന്റെ പേര് പറയും. എന്നിട്ട് ബുദ്ധൻ തിരിച്ചു വരുമ്പോ സാരിപുത്രനോടാ പറയുന്നത് അത്ര. അപ്പൊ ആൾക്കാർ ചോദിച്ചു, ഈ പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ വന്നാൽ ആനന്ദനോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? ആനന്ദനോടാണല്ലോ ഇങ്ങനെയൊക്കെ ഉള്ളത് പറയണ്ടേ. അത് ഈ കുറച്ച് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആനന്ദനേക്കാളും നന്നായിട്ട് അറിയാൻ പറ്റുന്നത് സാരിപുത്രനാണ്. അതുകൊണ്ടാണ് സാരിപുത്രനോട് പറഞ്ഞത്. അതിന്റെ അർത്ഥം ശാക്യനായിട്ടുള്ള ആനന്ദന് ഇതൊന്നും മനസ്സിലാക്കാനുള്ള തലയില്ലെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. സാരിപുത്രൻ ബ്രാഹ്മണൻ ആയതുകൊണ്ട് അയക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ, ബുദ്ധിപരമായ സംഭവങ്ങളൊക്കെ അയക്ക് മനസ്സിലാവുമെന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞു അതല്ല, ഈ എന്താ പറയാ, ടാസ്കിനെ ഒന്ന് ഡിവൈഡ് ചെയ്യുക. ഒരാൾക്ക് സുപ്തപടം കൊടുത്തല്ലോ, ഇനി ആ പുള്ളിക്കാരൻ ആ ഭാഗം മാത്രം എടുത്താൽ മതി. അപ്പൊ അഡീഷണൽ ആയിട്ടുള്ള സാധനം ആ സാരിപുത്രന് കൊടുത്തോട്ടെ. ഇതൊക്കെ ആരാ പറയണമെന്നറിയോ? സാരിപുത്രന്റെ ശിഷ്യന്മാരായിട്ടുള്ള 2, ഒരു ശോഭിതനും പദ്ദികയും, ഇവർ 2 പേരോട് കൂടിയാ പറയുന്നത്. അങ്ങനെ പിന്നെ അവർ ഇതിനകത്ത് അപ്പൊ ബുദ്ധൻ പറഞ്ഞിട്ട് കൊണ്ടുവന്ന. പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ബുദ്ധൻ ഇങ്ങനെ സാരിപുത്രനോട് പറഞ്ഞു കൊടുത്തത് ആരും കേട്ടില്ലല്ലോ. ബുദ്ധൻ സീക്രട്ട് ആയിട്ട് ഒരു കാര്യം പറയത്തില്ലല്ലോ. ബുദ്ധന്റെ പ്രഖ്യാപിത നയമാണ് ഒരു കാര്യം സീക്രട്ട് ആയിട്ട് പറയാൻ പാടില്ല. ഇതിനൊന്നും ഉമ്മാർക്ക് ആൻസർ ഇല്ല. അങ്ങനെ കംപ്ലീറ്റ് പരിപൂർണമായി ഫേക്ക് ആയിട്ടൊരു സാധനം ഉണ്ടാക്കി ബോധിസത്തന്മാരെന്ന് പറയുന്നത് ഇതുപോലെ മരിക്കണ സമയത്ത് കാരുണ്യത്തോട് കയറി ദേവന്മാരായിട്ട് കുറെ പേര് അവിടെ ഉണ്ടെന്നും അവരെ നമ്മൾ ആരാധിച്ചാൽ നമുക്ക് അവരുടെ ഇത് കിട്ടുമെന്നും പറഞ്ഞ് അങ്ങനെ ആരാധനയ്ക്കുള്ള സ്കോപ്പ് കൊടുത്തു. അതുപോലെ കൂടെ ഇമാര് വേറൊരു കളികൾ കളിച്ചു. ബുദ്ധൻ നിർവ്വാണം കിട്ടിയതാ.
ബുദ്ധൻ ഇനി പുനർജന്മം ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധനെ വിളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ പറയുന്ന ബോധിസത്വന്മാരെ ആരാധിക്കൂ, പൂജിക്കൂ, നിങ്ങൾക്ക് അവിടുന്ന് കിട്ടിത്തുടങ്ങും. ബുദ്ധൻ പറഞ്ഞ എന്താ? നീ നിന്നെ അറിയുക, നീ നിന്റെ ബുദ്ധനാവുക, നീ നിന്റെ വെളിച്ചമാവുക, ധമ്മത്തെ മാത്രം ആശ്രയിക്കുക, ധമ്മശരണം ന അന്യശരണം, മറ്റൊന്നിനെ ആശ്രയിക്കാതിരിക്കുക. ഇവര് പറയുന്നത് ഇവരെ ആശ്രയിക്കുക. ഏത്? ബോധിസത്വന്മാരെ. പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ പറയും, അല്ലാതെ അവരെ മനസ്സിൽ കണ്ടിട്ട് അവരുടെ ഗുണഗണങ്ങൾ നമ്മൾ കണ്ടിട്ട് നമ്മുടെ ഉള്ളില് നമുക്ക് അതിന്റെ പ്രേരണ ഉണ്ടാക്കി, ഇതൊന്നുമല്ല സംഭവം. പൂജിക്കാൻ എന്തെങ്കിലും ഒരു സംഗതിയെ വേണം. പിന്നെ സംഭവിച്ചെന്താണ്? കാലക്രമേണ ഓരോ ബോധിസത്വന്മാരുടെ ആയിട്ട് ഓരോ സങ്കല്പങ്ങൾ ഉണ്ടാക്കി ഇവന്മാർ ഓരോരുത്തർ ഓരോ വിഹാരങ്ങളിലങ്ങ് ഇരിപ്പുറപ്പിച്ചു. എന്നിട്ട് ഇവർക്ക് പ്രത്യേക മൂലമന്ത്രങ്ങൾ അറിയാം. ഇന്ന ബോധിസത്വനുമായിട്ട് എനിക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്നും പറഞ്ഞ് ഇവനങ്ങ് ഫ്ലാഷ് ആക്കുവാണ്. ആൾക്കാർ വരുന്നവർ ഇവരുടെ അടുക്കിലോട്ട് ചെല്ലും. നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഓക്കെ, ഇന്നതാണ് ഞങ്ങളുടെ പ്രശ്നം. ഓക്കെ, ഞാൻ ഈ ബോധിസത്വനുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ. പിന്നെ ബോധിസത്വനോട് കുറച്ച് മന്ത്രങ്ങളൊക്കെ പറഞ്ഞു, അങ്ങനെ സംഭവം. അപ്പം പുള്ളിക്കാരന് ഇഷ്ടമുള്ള സംഭവങ്ങൾ ഏതൊക്കെയാണ്? കോഴി അല്ലെങ്കിൽ കോഴി, അല്ലെങ്കിൽ കള്ളെങ്കിൽ കള്ള്, അല്ലെങ്കിൽ സ്വർണ്ണം എങ്കിൽ സ്വർണം ഇവിടെ കൊടുക്കാൻ പറയും. അങ്ങനെ കൊടുക്കുക. അങ്ങനെയാണ് ഈ ബാബാമാരും മഠങ്ങളും ഉണ്ടായി. ഇമാര് സ്വാമിമാരും സിദ്ധന്മാരും ദിവ്യന്മാരും ആയത്. കാലക്രമത്തിൽ ഇത് ദുഷിച്ച് വരാൻ തുടക്കം ഇട്ടത് അഭിധമ്മ വിടകമാണ്. നമ്മൾ ഇതിനെ ഇങ്ങനെ റിസർച്ച് ചെയ്ത് തപ്പി പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എവിടം തൊട്ടാണ് ഇതിന്റെ കുഴപ്പം തുടങ്ങുന്നത്. പിന്നെ ഇവർ കളികൾ കളിച്ചു, വലിയ കളി. നമ്മൾ ശരിക്കും പ്രജ്ഞയുടെ അവസ്ഥയിലേക്ക് പോയി, അതായത് നമ്മുടെ ബോഡി നടക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള അറിവ് കിട്ടുന്ന ഉൾക്കാഴ്ചയാണ് ഈ പ്രജ്ഞ എന്ന് പറയുന്നത്, പ്രത്യക്ഷ ജ്ഞാനം. അതായത് നമ്മുടെ ബോഡിയിൽ ഈ കാര്യങ്ങളെല്ലാം, ബോഡിയിലും മൈൻഡിലും ഈ കാര്യങ്ങളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയുമ്പോൾ നമുക്ക് നമ്മൾ എന്ന് പറയുന്നത്, ഞാൻ എന്ന് പറയുന്നത് തോന്നൽ പോകും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് ഫ്രീ ആവും. നമ്മുടെ ഒത്തിരി അറ്റാച്ച്മെന്റുകളെല്ലാം അവിടെ നിന്ന് പോകും. അങ്ങനെ വന്നാൽ നമുക്ക് പിന്നെ വേറെ ആരുടെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് പ്രജ്ഞ അവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതുകൊണ്ട് ഈ ശീലം, സമാധി, പ്രജ്ഞ എന്ന് പറയുന്ന അഷ്ടാംഗമാർഗത്തിന്റെ ഓർഡർ ചെറുതായിട്ടൊന്ന് മരുന്ന് മാറ്റി. അപ്പൊ നമ്മൾ സാധാരണ ഇത് ശീലത്തിൽ തുടങ്ങുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ സമ്മാ വാച, സമ്മാ കമ്പന്തോ, സമ്മാ ജീവ, അതായത് ശരിയായ വാക്ക്, ശരിയായ പ്രവൃത്തി, ശരിയായ ജീവിതവൃത്തി. അതാണ് ആദ്യത്തെ ശീലങ്ങൾ. അതാണ് പഞ്ചശീലമായിട്ട് നമുക്ക് പറയാം. പിന്നെയാണ് അടുത്ത് വരുന്നതാണ് നമ്മുടെ മനസ്സിനെ ഏകാഗ്രതപ്പെടുത്തുക. അതിനാണ് സമ്മാ വിരിയോ, സമ്മാ സതി, സമ്മാ സമാധി. പിന്നെയാണ് നമ്മുടെ ഉൾക്കാഴ്ച തുടങ്ങുന്നത്, സമ്മാ ദിത്തി, നമ്മുടെ ഇൻസൈറ്റ്, നമ്മളെ പറ്റിയുള്ള യഥാർത്ഥ ഉൾക്കാഴ്ച തുടങ്ങുക. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മൈൻഡും ബോഡിയും വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കുക. അതിനുശേഷമാണ് സമ്മാ സങ്കപ്പോ. ലാസ്റ്റ് മൊമെന്റിലാണ് നമ്മൾ ആ കിട്ടിയ അറിവ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ മൈൻഡ്സിനെ പിന്നെ ക്ലീൻ ചെയ്യുക. നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാക്കി വെച്ച ഹാബിറ്റുകളെ നമ്മൾ ക്ലീൻ ചെയ്യുക. നമ്മൾ അങ്ങനെ മനസ്സ് പൂർണ്ണമായിട്ട് സമാധാനത്തിൽ കൊണ്ടുവരിക, അങ്ങനെ ജീവിക്കുക. പുതുതായിട്ടുള്ള ഹാബിറ്റുകളൊന്നും ഉണ്ടാക്കാതെ നമ്മുടെ മനസ്സിനെ എപ്പോഴും ഗാർഡ് ചെയ്ത് പിടിക്കുക, സേഫ് ആക്കി പിടിക്കുക. അപ്പോ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാലോ നമുക്ക് പിന്നെ പുരോഹിതനെ ആവശ്യമില്ല, ഒരു ദിവ്യശക്തിയുടെ ആവശ്യമില്ല, ആരാധന വേണ്ട, പൂജ വേണ്ട, വഴിപാട് വേണ്ട, കാണിക്ക വേണ്ട, ഒരു സാധനവും വേണ്ട. അപ്പൊ നമ്മൾ ആ വശത്തോട്ട് പോവാൻ പാടില്ല. അപ്പൊ അതിനെന്ത് ചെയ്തു? അവസാനത്തെ ആ രണ്ട് സാധനത്തിനെടുത്ത് ആദ്യം കൊണ്ടങ്ങ് വെച്ചു. അപ്പൊ ആദ്യം സമ്മാദിത്തി, സമ്മാസങ്കപ്പോ, അതിൽ ആദ്യം അങ്ങ് വെച്ചു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ അപ്പൊ അവസാനം എന്തായി? സമ്മാ സമാധിയായി. എന്നിട്ട് ഈ ആദ്യം വെച്ച സാധനത്തിന് ഇതിന്റെ അർത്ഥം അങ്ങ് മാറ്റി. ഈ സമ്മാദിത്തിയുടെയും സമ്മാസങ്കപ്പോയുടെ അർത്ഥം അങ്ങ് മാറ്റി. സമ്മാദിത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ ഒരു കാഴ്ചപ്പാട്. അർത്ഥം മാറിയേ, ഇൻസൈറ്റ്, ഉൾക്കാഴ്ച എന്നുള്ള അർത്ഥമൊക്കെ മാറി. സങ്കല്പോ, നമുക്ക് കാര്യങ്ങളെ പറ്റി ശരിയായ ഒരു ചിന്ത വേണം, സങ്കല്പം വേണം. തീർന്നു, ഇതിന്റെ അർത്ഥവും മാറി. എന്നിട്ട് ഏറ്റവും അവസാനത്തെ പടി എന്താണ്? സമാധി. അപ്പൊ ഈ സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മന്ത്രമൊക്കെ ജപിച്ച് കോൺസെൻട്രേഷൻ ഉണ്ടാക്കി ഇവന്മാരുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാക്കുന്ന പരിപാടിയാണ് സമാധി. എന്നിട്ട് ഇവരെന്താ ചെയ്തേ? ബുദ്ധൻ ഈ പറയുന്ന അഷ്ടാംഗമാർഗം ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു സൂക്തമുണ്ട്. അതായത് ബോധോദയം കഴിഞ്ഞ് സാരനാഥിൽ വന്ന് ആദ്യത്തെ 5 ഭിക്ഷുസിനെ കാണുമ്പോൾ അവരോടാണ് ആദ്യം ഇത് പറഞ്ഞു കൊടുക്കുന്നത്.
എന്താണ് അഷ്ടാംഗമാർഗം എന്ന് പറയുന്നത്. അരിയ സത്യങ്ങളും പഞ്ചശീലവും അഷ്ടാംഗമാർഗവും പറഞ്ഞു കൊടുക്കുന്ന അപ്പോഴാണ്. അതിനാണ് ധമ്മചക്ര പ്രവർത്തന സൂക്തം എന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് ധമ്മചക്രം വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുന്നത്. പണ്ടത്തെ ബുദ്ധന്മാരുടെ ആ ധമ്മചക്രം ഇങ്ങനെ ഡെഡായിട്ട് കിടക്കുമായിരുന്നു. പുള്ളിക്കാരൻ അതിനെ രണ്ടാമത് പിന്നെയും പ്രവർത്തനക്ഷമമാക്കി. അതായത് ബുദ്ധമതം രണ്ടാമത് പിന്നെയും ആക്റ്റീവ് ആക്കി. അതിനകത്ത് ആ സൂക്തം ഏറ്റവും പ്രധാനപ്പെട്ട സൂക്തമായിരുന്നു. കാരണം അവിടെയാണ് അഷ്ടാംഗമാർഗത്തെ പറ്റി പറയുന്നത്. കുറെ കാലം ഇവന്മാരുടെ കയ്യിൽ മാത്രമായിരുന്നല്ലോ എഴുത്തും വായന ഇന്ത്യയിൽ. ഈ ത്രിപിടകങ്ങൾക്കകത്ത് അവർ കയറി അതിനെ തിരുത്തി. ഈ പറയുന്ന മഹായാനയുടെ ഓർഡറാണ് ഇപ്പോ ഈ കിടക്കുന്ന ത്രിപിടകങ്ങൾക്കകത്ത് കിടക്കുന്ന അഷ്ടാംഗമാർഗത്തിന്റെ ഓർഡർ. നിർഭാഗ്യവശാൽ ബാബാ സാഹിബിന്റെ ബുദ്ധാൻ തമ്മയ്ക്കകത്ത് ആദ്യം തന്നെ അദ്ദേഹത്തിന് കോട്ട് ചെയ്ത് എഴുതേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം ബാക്കിയുള്ളിടത്തൊക്കെ ഇതിനെ കറക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ട്. ഒരിക്കലും ഒരാൾക്ക് ആദ്യമേ സമാധിത്തി കിട്ടില്ല. സമാധിത്തി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അഷ്ടാംഗമാർഗം മുഴുവൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അത് ശീലവും കഴിഞ്ഞ് സമാധിയും കഴിയുമ്പോൾ മാത്രമേ പ്രജ്ഞ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ഇതിനകത്ത് ക്ലീനപ്പ് നടത്താനുണ്ട്. ഒരാൾ ഇതിനു വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചാലേ ഇത് നടക്കുള്ളൂ. അത്രയേറെ പണിയുണ്ട് ഇതിൻ്റെ അകത്ത്. ബുദ്ധൻ പറഞ്ഞ ഒറിജിനൽ സയന്റിഫിക് ധമ്മയെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു പണിയാണ്. തന്നെയല്ല, ഈ എല്ലാവരും ട്രഡീഷൻ എന്ന് പറഞ്ഞ ഓരോ ട്രഡീഷനെ അങ്ങ് ഫോളോ ചെയ്യുക. പക്ഷെ കലാമസൂത്രത്തിനകത്ത് ബുദ്ധൻ പറയുന്നത് ഒരു ട്രഡീഷൻ എടുക്കരുത്. നിങ്ങൾ സ്വയം ചെയ്തു നോക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, അതിനെ എടുത്താൽ മതി. ഇപ്പൊ നമ്മുടെ ഭാഗത്ത് സയൻസ് നമ്മുടെ സൈഡിലാണ്. സ്കാൻ ചെയ്ത് ന്യൂറോൺസ് വെച്ച് നോക്കിക്കോ, നമ്മൾ പറഞ്ഞായിരിക്കും കറക്റ്റ്, ബുദ്ധൻ പറഞ്ഞായിരിക്കും കറക്റ്റ്. ബാക്കി ആരെന്ത് പറയുന്നത് നമുക്ക് ഇതില്ല, പ്രശ്നമല്ല. കാരണം ബുദ്ധൻ്റെതായിട്ട് ഒരു സാധനവും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത് കംപ്ലീറ്റ് പ്യുവർ ആണ്, ഇത് പെർഫെക്റ്റ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് ഇതിനകത്ത് ഇല്ല. എല്ലാം പ്രപഞ്ചത്തിൽ എന്താണോ യാഥാർത്ഥ്യത്തിൽ നടക്കുന്നത് അത് കണ്ട് മനസ്സിലാക്കി ആ സാധനം അങ്ങ് പറയുന്നുള്ളൂ. അല്ലാതെ ഇവരുണ്ടാക്കിയതുപോലെ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ഒന്നും ആ ഭാവന കൊണ്ട് സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു സാധനം ഇതിനകത്ത് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പോകുമ്പോൾ കറക്റ്റ് ആ യഥാർത്ഥ ധമ്മത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്ലീൻ ആകും. സയൻസുമായിട്ട് ഒരു കടുകിട കോൺഫ്ലിക്റ്റ് ഇല്ല. കാരണം അത് സയൻസ് തന്നെയാണ് പറയുന്നത്. നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും എത്ര തലമുറ കഴിഞ്ഞു കഴിഞ്ഞാലും ഇതിനകത്ത് മാറ്റം ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഏസ ധമ്മോ സനന്ദനോ, ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. ആ സമയം നമ്മുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കുവാണെങ്കിൽ നമ്മുടേതായിട്ട് നമ്മൾ ആലോചിച്ചുണ്ടാക്കുന്ന എന്തൊരു സങ്കല്പമാണെന്നുണ്ടെങ്കിൽ അത് കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് അത് തിരുത്തപ്പെടും. അങ്ങനെ അല്ല എന്നുള്ളത് ആൾക്കാർ കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് തിരുത്തേണ്ടി വരും. ഇതിനകത്ത് ആ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുത്തത് എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആക്ടിവിസ്റ്റുകളും നമ്മുടെ എല്ലാ ആൾക്കാരും പോവേണ്ട ഡയറക്ഷൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കാനാണ് ഞാൻ ഈ ക്ലാസ് ഇങ്ങനെ എടുത്തത്, ഇന്നത്തെ ക്ലാസ്. അതായത് അംബേദ്കർ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഈ പല വഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവാതെ കറക്റ്റ് ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചാനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഇന്ന് എടുത്തത്. കാര്യം വേറെ ഓരോ രീതിയിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി തെറ്റിപ്പോവുകയാണ്, നമുക്ക് കഷ്ടപ്പെടുന്നതിന്റെ എഫക്റ്റ് കിട്ടത്തില്ല. പോകേണ്ടത് കറക്റ്റ് ട്രാക്ക് ഏതാണെന്നുള്ളതൊന്ന് എല്ലാവരോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് എടുത്തത്. കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇത്ര നേരം ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഇത് ലേറ്റ് ആയിട്ട് കുറെ പേര് പോയി. എന്നാലും ഒത്തിരി നന്ദി ഇരുന്നവർക്ക് എല്ലാവർക്കും, വന്നവർക്കും കേട്ടവർക്കും എല്ലാവർക്കും, അഭിപ്രായം പറഞ്ഞവർക്കും ഒക്കെ.